ഹായ്, ഞാൻ റഫീഖ് വടകര, അബുദാബിയിൽ സംസാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. വേണമെങ്കിൽ ബെൽ ബട്ടൺ കൂടെ അമർത്തി വെച്ചോളൂ. ഓക്കെ. പിന്നെ അതായത് നമ്മൾക്ക് വലിയൊരു പണക്കാരനോ അല്ലെങ്കിൽ വലിയൊരു പാട്ടുകാരനോ അല്ലെങ്കിൽ വലിയൊരു നർത്തകനോ നർത്തകിയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റൻ, ഒരു അഭിനേതാവോ വലതും ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ പ്രവർത്തിക്കണം. എന്ന് വെച്ചാല് നമുക്കൊരു കോടീശ്വരൻ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഉറക്കിലും ഊണിലും എന്ന് പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ സ്വപ്നം കാണണം. യൂസഫ് അലിയെ സ്വപ്നം കണ്ട് അല്ല ഷെട്ടിയെങ്കിലും ആവുള്ളൂ പറഞ്ഞതുപോലെ യൂസഫ് അലി എന്ത് ചെയ്യണം? സ്വപ്നം കാണണം. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ നാട് പറയുകയാണെങ്കിൽ ഇപ്പൊ വടകര നെക്സ്റ്റ് സിദ്ദീഖ്, പിന്നെ ഖലീലുൽ ഫൈസൽ, ഇതൊക്കെ ഞങ്ങളുടെ നാട്ടുപുറത്തിലെ കോടീശ്വരന്മാരാ. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ എപ്പോഴും ചെയ്യണം, മനസ്സിൽ കാണണം. അല്ലാതെ നമ്മൾ പറയൂ അയ്യോ നമ്മൾക്ക് ഇത്രയും ദൈവം തന്നില്ലേ, സംഭവം ശരിയാണ്, നമ്മളെക്കാൾ താഴെ ചിന്തിക്കണം. അവിടെ ഒരു ചെരുപ്പൂത്തിയെ കാണുന്നില്ലേ, അല്ലെങ്കിൽ ഒരു ബഗേഴ്സിനെ കാണുന്നില്ലേ? നമ്മൾ എവിടെയാണ് ചിന്തിക്കുന്നത് അവിടെ ആവുള്ളൂ. നമ്മളെവിടെ നമ്മളെ കോൺഷ്യസ്മെന്റിൽ അത് കയറും. അപ്പൊ നമ്മൾ ചെയ്യണം, എന്താഗ്രഹമുണ്ട്. ഇപ്പൊ ഒരു പാട്ടുകാരൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യേശുദാസ്, എം ജി ശ്രീകുമാർ, അവരെയൊക്കെ ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊരു പാട്ടുകാരനാണ്. നമ്മൾ കുന്നോളം ചിന്തിച്ചാലേ കുറച്ചെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കണം. അതുപോലെ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക അറിയാം? നമ്മളെ അച്ഛനമ്മയും വാപ്പയമ്മയൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ മകന്റെ ജോലി അവിടുത്തെ സ്ഥിരമായി കൊടുക്കണേ റബ്ബേ എന്ന് പറയും. അങ്ങനെ ആയാൽ പിന്നെ നമ്മൾ അവിടുത്തെ സ്ഥിരമായി ജോലി ചെയ്യും. നമ്മൾക്ക് പുരോഗമനം ഉണ്ടാവില്ല. നമുക്കൊരു എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ആവാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അവന് ബിസിനസ്സിലോട്ട് മുൻപന്തിൽ എത്തിക്കണേ. കുറെ കാലം ഗൾഫിൽ പോകുന്ന ഇപ്പൊ നാട്ടിൽ പോയി വന്ന് കളിക്കുന്ന വല്ലതും ആക്കി കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലല്ല അവൻ അവിടെ തന്നെ പിന്നെ ജോലി ആവണേ, ആ ജോലി സ്ഥിരമാവണമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അതുപോലെ ചില ആൾക്കാർ നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും ഈ കഴിക്കാൻ വേണ്ടി. ഇതൊക്കെ പണ്ടത്തെ പോലെ സുലഭമായിട്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംഭവവും കിട്ടും. ഉദാഹരണം ഇപ്പം ചിപ്സ്, വറുത്തകായ, നാട്ടിൽ കോഴിക്കോടൻ ഹലുവ, കോഴിക്കോട് വറുത്തകായ, നാട്ടിലെ MRI ബേക്കറിൽ കിട്ടുന്ന ഒരു വറുത്തകായ ഇവിടെ കിട്ടില്ല. എനിക്ക് പറഞ്ഞുള്ള ഒരു അറബിക് കൺട്രി ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും മുമ്പ് വരുമ്പോൾ കൊണ്ടുവന്നപ്പോ അതേ ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇവിടെ ഒരെണ്ണം സൂപ്പർ മാർക്കറ്റ് പോയി വാങ്ങിച്ചു. കണ്ട ഒരു പോലുണ്ട്, പക്ഷെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ പറയും ശരി വെച്ചാൽ അതൊന്നും കൊണ്ടുവരാൻ പാടില്ല. അതൊക്കെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, ഓക്കെ. പക്ഷെ നമ്മൾ ചില ആൾക്കാർ അച്ചാർ അങ്ങനെ ഇങ്ങനെ 100% കുറേയൊക്കെ 2-3 മാസത്തേക്ക്, ഒരു വർഷത്തേക്കുള്ള സംഭവങ്ങൾ കൊണ്ടുവരും. അതിന്റെ അർത്ഥം എന്നാ നമ്മൾ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്നാണ്. നമ്മൾ വാങ്ങിക്കുകയും ചെയ്യരുത്, അവർ തരുകയും ചെയ്യരുത്. കാരണം അവർക്കിങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഞെടിഞ്ഞ് നടക്കണമെങ്കിൽ നമ്മളോട് പ്രവാസിയായാലും പറ്റുള്ളൂ. അവർ നാട്ടിൽ ചില മതപണ്ഡിതന്മാരോട് പ്രാർത്ഥിക്കാൻ പറയും, അവർ പ്രാർത്ഥിക്കും. എന്താണ്? അവർക്കും അതാണ് ആവശ്യം. അപ്പൊ നമ്മൾക്ക് പുരോഗമിക്കണമെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഓക്കെ. ഇത് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പോയപ്പോൾ കിട്ടിയ ഒരു അനുഭവമാണ്. കുറെ നമുക്കൊരു ഫീലിംഗ് വരും, ഒരു മാറ്റങ്ങൾ, മനുഷ്യൻ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അങ്ങനെ ചിന്തിക്കണം, ഓക്കെ. അതുപോലെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറയാൻ പാടില്ല, നെഗറ്റീവ് പറയുന്നത് കേൾക്കാൻ പാടില്ല. ചിലർക്കുണ്ട്, ചില കൊളീഗ്സെല്ലാം പ്രത്യേകിച്ച് വർക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ് അല്ലെങ്കിൽ TV-യിൽ അവിടെ കാണുന്ന അവിടെ റീലും മറ്റേ റീലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കണവണ കാലത്തിന് എന്നിട്ട് ഇപ്പം ലാലേട്ടൻ, മോഹൻലാല് പിന്നെ ഏങ്കറായിട്ടുള്ള ഒരു പരിപാടിയില്ല, അതിന് എന്താ പറയല്, കുറെ ആൾക്കാർ 2-3 മാസം അകത്ത് തന്നെ പോയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളമ്പ് ഉണ്ടാക്കി പുറത്തു വരുന്ന അതൊക്കെ കണ്ടിട്ട് അതിനെ പിടിച്ച് ഇങ്ങനെ രക്തത്തിന്റെ പരസ്പരം അടിപിടി കൂടും സ്റ്റാഫുകൾ. അത് നമ്മൾ കേൾക്കാനേ പാടില്ല. കാരണം കേട്ടുകഴിഞ്ഞാല് നമുക്ക് എങ്ങനെ നെഗറ്റീവ് പറഞ്ഞങ്ങനെ മാറിക്കളയാം, എന്തെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ മാറിക്കളയാം, വലത്ത് കേട്ട് എടുത്തങ്ങ് വിട്ടേക്കാം. കാരണം എനിക്ക് പരിചയമുള്ള ഒരു എഴുത്തുകാരി ഇവിടെ അബുദാബിയിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരോട് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ബിക്കോസ് എന്റെ മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, അതുകൂടാതെ അവനൊരു എഴുത്തുകാരനും കൂടെയാണ്. ആ എഴുത്തുമായി ബന്ധപ്പെട്ട സംഭവം അവരൊരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അവർ മരണപ്പെട്ട അറിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് അവരുടെ പേര് എഴുതിട്ട് അവരെന്നോട് ചെയ്തൊക്കെ എഴുതിയിട്ട് ഞാനിത് ഓഫീസിലുള്ളപ്പോൾ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ വാഷ്റൂമിലായിട്ട് പോയിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. ശരി, കത്തിക്കോളം വേണ്ടത് എന്നതുപോലെ ഒട്ടും മാറിക്കുറിച്ച് ഒരു നെഗറ്റീവ് പറയാൻ പാടില്ല, കേൾക്കാനും പാടില്ല, നെഗറ്റീവ് ചിന്തിക്കാനും പാടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? മണി ബ്ലോക്ക് ആവും. താങ്ക് യു, റഫീഖ് വടകര.